നമസ്കാരം, ഞാൻ കൃപ എലിസബത്ത് സന്തോഷ്. ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. സംസാരത്തിൽ ഉണ്ടാകാവുന്ന ഉച്ചാരണ ശുദ്ധിക്കുറവ് അഥവാ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് കുഞ്ഞുങ്ങളിൽ അധികമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യക്തമായ കണ്ടുപിടിക്കത്തക്ക ഒരു കാരണമില്ലാതെ തന്നെ കുഞ്ഞുങ്ങളിൽ ഉച്ചാരണ ശുദ്ധിക്കുറവ് കണ്ടുവരാറുണ്ട്. സംസാര ഭാഷാപരമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളിലും ഉച്ചാരണ ശുദ്ധിക്കുറവ് കാണാറുണ്ട്. കേൾവിക്കുറവ്, നാക്കിലെ കെട്ട്, മുച്ചുണ്ട്, മുറിയണ്ണാക്ക് എന്നിവയാണ് മറ്റ് കാരണങ്ങൾ. ഇതുകൂടാതെ നാഡി, ഞരമ്പ്, പേശി സംബന്ധമായ കാരണങ്ങളാലും കുഞ്ഞുങ്ങളിൽ ഉച്ചാരണ ശുദ്ധിക്കുറവ് കാണാറുണ്ട്. 3 വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് നേരത്തെ കണ്ടുപിടിക്കേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആശയവിനിമയപരമായ ബുദ്ധിമുട്ടുകളും പഠനപരമായ ബുദ്ധിമുട്ടുകളും സാമൂഹിക വൈകാരികമായ പ്രശ്നങ്ങളും തടയേണ്ടതിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സ്പീച്ച് ക്ലാരിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലസ്റ്റിയ സ്പീച്ച് തെറപ്പി സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്.